ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ പഠിപ്പിക്കപ്പെടുന്നത് എന്താണ്? തൻ്റെ കുടുംബാംഗങ്ങളായ കാഫിറുകളായ മാതാപിതാക്കളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും കുടുംബക്കാരെക്കുറിച്ചുമാണ് പഠിപ്പിക്കപ്പെടുന്നത്. കാരണം ആദ്യം അവരെ അവരുടെ എല്ലാ കുടുംബ അംഗങ്ങളിൽ നിന്നും അകറ്റി ഒറ്റപ്പെടുത്തി വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയാണ് ഇസ്ലാം ഇവിടെ ഫോളോ ചെയ്യുന്നത്. അവർ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ലഭിക്കണം, തിന്മ ചെയ്യുമ്പോൾ അതിൻ്റെ ശിക്ഷയും ലഭിക്കണം. ഞങ്ങളുടെ മതത്തിലൊന്നും ഞങ്ങളെ അത് പഠിപ്പിക്കുന്നില്ല. ശരി, അതുകൊണ്ടാണ് പലരും ഈ മതത്തിൻ്റെ വസ്ത്രധാരണം, 5 നേരത്തെ നമസ്കാരം, അതിലൊക്കെയാണ് ആകൃഷ്ടരായി അവർക്കിതെന്തോ വലിയ സംഭവമാണ് എന്ന് തോന്നുന്നത്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു എന്തിനു വേണ്ടി? ലക്ഷ്യമില്ല. അപ്പോഴാണ് പരലോക ജീവിതത്തിന്റെ മോക്ഷം. ഈ ലോക ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാത്തിനും ചോദ്യം ചെയ്യുന്നു. തെറ്റുകള്, ശിക്ഷകള്, ഇതിനൊക്കെ ഒരു വേദി വേണം. ആദ്യമായിട്ടൊരു കാഫിറിന്റെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു ആശയങ്ങൾ ഇതൊക്കെയാണ്. മരണം, ഖബറ്, ശിക്ഷ, പരലോകം, സ്വർഗം, നരകം, വിചാരണ. നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു തരുന്ന സ്വർഗത്തിന്റെ മുന്തിരിച്ചാറ് നക്കി നക്കി കുടിക്കുമ്പോൾ കാഫിറുകളാകുന്ന നമ്മുടെ മാതാപിതാക്കൾ അവിടെ കിടന്ന് തന്തൂരിയാകുക, അവരവിടെ കിടന്ന് ഷവർമയായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരുമായിട്ട് എങ്ങാനും നമ്മൾ സഹവർത്തിത്വത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ഗതിയും നാളെ ഇത് തന്നെ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നരകത്തിൽ പതിക്കുന്നത്? കാഫിറായതുകൊണ്ട്. നമ്മളിപ്പോൾ സേഫ് സോണിലാണ്, നമ്മൾ സ്വർഗത്തിന് വേണ്ടിയായി പോയി. ശരിയെന്ന ഇനിയും കാഫിറുകളായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? പാടില്ല. അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരലാണ് നമ്മുടെ ദൗത്യം. ഖുർആൻ പറയാണ്, സൂറത്ത് തൗബ 9-ാമത്തെ അധ്യായം 84-ാമത്തെ വചനം, അവരിൽ നിന്നു മരണപ്പെട്ടതായ ഒരാളുടെ പേരിലും നീ നമസ്കരിക്കരുത്, അവന്റെ ഖബറിന്റെ അടുത്ത് നിൽക്കുകയും ചെയ്യരുത്. കാരണം നിശ്ചയമായും അവർ അല്ലാഹുവിലും അവന്റെ റസൂലിലും അവിശ്വസിച്ചിരിക്കുന്നു, അവൻ തോന്നിയവാസികളായി കൊണ്ട് മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. മാതാപിതാക്കളിൽ നിന്നും എത്ര ഇതായിട്ടാണ് അകറ്റി മാറ്റുന്നതെന്ന് നോക്കിക്കേ. ഇതുകൊണ്ടാണ് നമ്മൾ കേരള ഫൈൽസിൽ കണ്ടത്, കാഫിറായ പിതാവ് മരണാസന്നനായി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ തുപ്പിയിട്ട് പോകുന്ന പ്രിയ പുത്രി. ആഹാ, എന്ത് രസം! കൈ വളരുന്നു, കാല് വളരുന്നു, പാൽപ്പല്ലു വരുന്നു, ഒരു അക്ഷരം പറയുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, നടക്കുന്നു. മാറി മാറി വരുന്ന വളർച്ചയ്ക്കനുസൃതമായിട്ടുള്ള വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, പഠന സൗകര്യങ്ങൾ ഉരുകി തീർന്ന മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്ത മകൾ. ആഹാ, അച്ഛന്റെ മുഖത്ത് നോക്കി തുപ്പുന്ന എന്ത് സുന്ദരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്ന ഒരു അമ്മ. മുസ്ലിം എന്ത് ചെയ്താലും അല്ലാഹു പൊറുക്കും, പാപമോചനം അല്ലാഹു നൽകും. കാഫിറുകളെയാണെങ്കിൽ അല്ലാഹു നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അമുസ്ലിമായി എന്ന കാരണത്താൽ സ്വന്തം മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് ഖുർആനിൽ വചനങ്ങൾ, ഹദീസിൽ വചനങ്ങൾ. മാതാവിന്റെ ശവകുടീരം വേണമെങ്കിൽ സന്ദർശിച്ചോ? സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് 976. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുവാണ്, അല്ലാഹുവിന്റെ ദൂതർ അബൂ ഹുറൈറയോട് പറഞ്ഞതായി പറയുവാണ്, മുഹമ്മദ് അല്ലാഹുവിനോട് തന്റെ അമ്മയോട് ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു അനുവദിച്ചിട്ടില്ല എന്നും, പിന്നീട് അമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ അത് അനുവദിച്ചു എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വേറെയും ധാരാളം ഹദീസുകളുണ്ട് ഇതേ ആശയത്തിൽ തന്നെ. അബൂദാവൂദ് 3234-ാമത്തെ ഹദീസ്, നസാഇ 2034-ാമത്തെ ഹദീസ്, ഇബ്നു മാജ 1572-ാമത്തെ ഹദീസ്, മിഷ്കാത്തുൽ മസാബിഹ് അത് റിപ്പോർട്ട് ചെയ്യുന്ന 1763-ാമത്തെ ഹദീസ്, സ്വഹീഹ് മുസ്ലിം 203-ാമത്തെ ഹദീസ്, അനസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുവാണ്, അല്ലാഹുവിന്റെ ദൂതരെ, എന്റെ പിതാവ് എവിടെയാണെന്ന് ചോദിക്കുന്നു. അനസ് ചോദിക്കുവാണ്, നരകത്തിലാണെന്ന് മുഹമ്മദ് നബി മറുപടി പറഞ്ഞു.
പിന്നീട് ആ മറുപടി കേട്ട് അനസ് തിരിച്ചു പോകുമ്പോൾ അനസിനെ വീണ്ടും വിളിച്ച് മുഹമ്മദ് പറഞ്ഞു, എൻ്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാടാ. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്നു, നമ്മൾ വെപ്രാളപ്പെട്ട് അപ്പുറത്ത് നോക്കുന്നു, സമാധാനം അവർക്കും പോയല്ലോ. അമുസ്ലിമായി എന്നതല്ലാത്ത, കാഫിറായി എന്നതല്ലാത്ത മറ്റൊന്നും ഇവരാരും ചെയ്തിട്ടില്ല. അവർക്ക് പാപമോചനമില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പാടില്ല. എന്ത് സുന്ദരമായ മതമാണ് ദീനുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകനും റസൂലുമായ മുഹമ്മദ് നബിയുടെ മാതാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ മറ്റെന്താണ് കാരണം? മറ്റൊരു ഹദീസില് കാഫിറായി മരിക്കുന്ന ഒരാൾ തീർച്ചയായും നരകത്തിലായിരിക്കും. അത് പ്രവാചകന്മാരുമായി ഏത് തരത്തിലുള്ള ബന്ധമുണ്ടായിട്ടും കാര്യമില്ല. കൂടുതൽ വ്യാഖ്യാനം നൽകുവാണ്. കാഫിറായി പോയി, അതുകൊണ്ട് മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, അവർ നരകത്തിലാണ്. അല്ലാഹു നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. എന്തുകൊണ്ടാണ് ജൂതന്മാരുടെ വംശഹത്യ സംഭവിക്കുന്നത് എന്നറിയാമോ? അവസാനത്തെ ജൂതനെയും നശിപ്പിക്കണമെന്നാണ് മുഹമ്മദ് നബിയുടെ നിർദ്ദേശം അനുചരന്മാർക്ക്. ജീവരക്ഷയ്ക്കായി മരത്തിന്റെയോ കല്ലിന്റെയോ പിന്നിൽ ഒളിച്ചാലും ശരി, അയാളെ ആ മരവും കല്ലുമൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇതാ എന്റെ പിന്നിൽ ഒരു ജൂതനുണ്ട്, വരൂ അവനെ പെട്ടെന്ന് കൊല്ലൂന്ന് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 2922 ഹദീസ്. എന്ത് മനസ്സിലായി? മുഹമ്മദ് നബിക്കും കൂട്ടർക്കും മദീനയിൽ സ്വാഗതം ചെയ്ത കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, അൻസ്വാരികൾ. അവര് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവർക്ക് മാത്രമേ വിശാലമായ വീക്ഷണത്തോടെയും ഹൃദയ വിശാലതയോടുകൂടിയും എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയൂ. ഇസ്ലാമിലെ കല്ലും മരവും ഒക്കെ സംസാരിക്കും. ഹിന്ദുവിന്റെ വിഗ്രഹങ്ങളെ നോക്കി സംസാരിക്കാത്ത കല്ലുകളെ പൂജിക്കുന്നവരെന്ന് ചില മൗലവിമാര് കുറ്റപ്പെടുത്തുന്നു. ഇവര് കൊല്ലുമെന്നും പറഞ്ഞ് വാൾത്തലപ്പിന്റെ മുമ്പിൽ നിന്ന് ഭയന്ന് നിലവിളിച്ച് കല്ലിന്റെയോ മരത്തിന്റെയോ ഒക്കെ പിന്നില് അഭയം പ്രാപിക്കുന്ന ജൂതനെ കല്ലും മരവും ചൂണ്ടിക്കാണിക്കടാ, ഓടി വാടാ, ഇവൻ എന്റെ പുറകിലുണ്ടാ, കൊല്ലടാന്ന്. മൂസാ നബിക്ക് അണ്ടവീക്കമുണ്ട് എന്നേ ആളുകൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അത്രേ. അങ്ങനെ മൂസാ നബി ഒരിക്കല് നഗ്നനായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ നോക്കി, അവരിങ്ങനെ കളിയാക്കി. മറ്റൊരിക്കലും മൂസാ നബി കുളിക്കാൻ വന്ന സമയത്ത് മൂസാ നബിയുടെ വസ്ത്രമൊക്കെ ഒരു കല്ലിന്റെ പുറത്ത് വെച്ചത്രേ. എന്നിട്ട് കുളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഈ കല്ല് വസ്ത്രവും കൊണ്ട് ഓടി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കല്ല് വസ്ത്രവും കൊണ്ട് ഓടിയപ്പം നബി നഗ്നനായിട്ട് പിന്നാലെ ഓടി, കല്ലേ എൻ്റെ തുണി, കല്ലേ എൻ്റെ തുണി എന്ന് വിളിച്ചിട്ട്. അങ്ങനെ കല്ല് ജനമധ്യത്തിലെത്തിയപ്പോൾ കല്ല് നിന്നു. മൂസാ നബി തന്റെ വസ്ത്രങ്ങൾ എടുത്തു. അപ്പോൾ ആളുകളൊക്കെ മൂസാ നബിയുടെ സുനയിലേക്ക് നോക്കി. ഓ, ഇയാൾ കണ്ടവീക്കൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായത്. ആ ദേഷ്യത്തിൽ മൂസാ നബി ഈ തുണികൾ എടുത്തിട്ട് കല്ലിൽ 3-4 അടി അടിച്ചു. അങ്ങനെ കല്ലിൽ അടയാളം വീണു എന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാം പഠിപ്പിക്കുക, ബുഖാരി മുസ്ലിമും പഠിപ്പിക്കുക, കാരുണ്യവാനായ സൃഷ്ടാവിന്റെ നീതിബോധം. മുസ്ലിങ്ങൾ ചെയ്ത തെറ്റിന് പകരം ജൂതനെയും ക്രിസ്ത്യാനിയും ഒക്കെ നരകത്തിലിടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. എന്താല്ലേ നീതിമാനായ പടച്ചോൻ. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2767 ഹദീസ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി അബൂബുർദ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മുസ്ലിങ്ങൾക്കിടയിൽ നിന്നൊരു പർവ്വതം പോലെ കനത്ത പാപങ്ങൾ ചെയ്ത ആളുകൾ വരും. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അവർക്ക് പകരം യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും സ്ഥാപിക്കുകയും ചെയ്യും. അബൂ റൗബ് പറയുവാണ്, ആർക്കാണ് സംശയമുള്ളത് എന്ന് എനിക്കറിയില്ല. അബൂബുർദ തുടരുന്നു, ഞാൻ അത് ഉമറിനോട് പറഞ്ഞു. അബ്ദുൽ അസീസ് അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതനിൽ നിന്ന് നിങ്ങൾക്ക് വിവരിച്ചു തന്നത് നിങ്ങളുടെ പിതാവാണോ? ഞാൻ പറഞ്ഞു, അതെ. പറഞ്ഞതൊക്കെ മനുഷ്യ വിഭജനവും വിവേചനവും അനീതിയും ക്രൂരതയും അല്ലെങ്കിൽ പിന്നെന്താ? അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു പോയി എന്നതാണോ അള്ളാഹു നരകത്തിൽ തീ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറ്റം? അന്ധമായി വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജാതി വിവേചനങ്ങളെ മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യനെ എങ്ങനെയാണ് ധാർമ്മികമായിട്ട് വിഭജിക്കാൻ ഒരു സൃഷ്ടാവിന് സാധിക്കുന്നത്? അതിന്റെ മാനദണ്ഡമാണ് അതിലേറെ രസകരം. സന്മാർഗം നൽകാൻ ബാധ്യതപ്പെട്ടവൻ അല്ലാഹു.
അള്ളാഹു സന്മാർഗം നൽകാതെ ദുർമാർഗം തെരഞ്ഞെടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചവൻ അള്ളാഹു. പിശാചിനെ കൊണ്ട് നമ്മളെ വഴിപിഴപ്പിച്ചവൻ അള്ളാഹു. അള്ളാഹു കോപിക്കപ്പെട്ടവനാണെന്നും ശപിക്കപ്പെട്ടവനാണെന്നും ഖുർആനിലൂടെ പേരെടുത്ത് പറഞ്ഞ് നമ്മളെ ശപിച്ചത് പടച്ചോൻ. ജീവിച്ചിരിക്കുമ്പോഴും ഇങ്ങനെ, മരിച്ചു കഴിഞ്ഞാൽ രക്ഷയുണ്ടോ? അതിലുമില്ല. ഒരാളുടെ മരണശേഷം അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന നീതി നിഷേധം, മതവിവേചനം, കൊടിയ ശിക്ഷകൾ, ഇതൊക്കെ മനുഷ്യത്വരാഹിത്യമാണോ എന്ന് തോന്നുന്നത് എനിക്ക് മാത്രമല്ല. ഖബർ ശിക്ഷ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് 40ാമത്തെ ദിവസം അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് അള്ളാഹു രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവനെ ശിക്ഷിക്കുകയാണത്രേ. മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും ഒരു മലക്ക് വന്നിട്ട്. എന്നിട്ട് ഈ മയ്യത്തിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചൂണ്ടുവിരൽ പേനയാക്കി, ഉമിനീര് മഷിയാക്കി, എനിക്കറിയില്ലേ കഫം പുടവ എന്ന കടലാസിലൊരു ജീവിത വിവരണം എഴുതിപ്പിക്കുമെന്നൊക്കെയാണ് ചരിത്രം. എഴുതാൻ അറിയാത്തവൻ എന്ത് ചെയ്യും എന്തോ. എല്ലാവരും അക്ഷരാഭ്യാസമുള്ളവരല്ലല്ലോ. എന്നിട്ട് 2 മലക്കുകൾ വരും. ഇതാ ജാഅക്കൽ മലക്കാനി, 2 മലക്കുകൾ വരും. സായിലാനി, അവർ ചോദ്യം ചോദിക്കുന്നവരാണ്. ആദിലാനി, അവർ നീതിമാന്മാരാണ്. ഭയങ്കരമായിട്ട് ശിക്ഷിക്കുന്ന ആളുകളുമാണ് അവർ. ഇസ്ലാമിക സാഹിത്യങ്ങളിൽ ഇത്തരം ചില വസ്തുതകൾ കൂടിയുണ്ട്. ഇവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഖബറിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ പറയും. ആരെങ്കിലും പോയിട്ട് വന്നതാണോ? ഈ മലക്കുകളുടെ കയ്യിലുള്ള ദണ്ടുകളെ കുറിച്ചിട്ട് ഇവർ പറയും. ഒരൊറ്റ അടിക്ക് തലയൊക്കെ ചിന്നിച്ച് ധരിപ്പും. പിന്നെയും അള്ളാഹു പറയും കുൻ, ഉണ്ടാക്. പിന്നെയും ആ മനുഷ്യൻ പൂർവ്വസ്ഥിതിയിലാവും. അള്ളാഹുവിന് ഇതുകൊണ്ട് കിട്ടുന്ന എന്ത് സുഖമാണോ എന്തോ. ദണ്ടൊക്കെയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഇരുമ്പ് ദണ്ട് കൊണ്ട് പർവ്വതങ്ങളെ അടിച്ചാൽ ആ പർവ്വതം തകർന്നു പോകും. പിന്നെ ദുർബലമായ മനുഷ്യന്റെ ശരീരത്തിൽ അടിക്കാനാണ് ഇത്രയും വലിയ ദണ്ട്. ഒരു ഈച്ച വന്നിരുന്നവരെ മയ്യത്തിന് ആന ചവിട്ടിയതുപോലെ തോന്നുമെന്നാണ് പൊതുവെ നമ്മൾ പഠിക്കുന്നത്. മയ്യത്തിന് അങ്ങനെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടും. അപ്പോൾ ക്രൂരമായ ഖബർ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സജ്ജീകരണങ്ങൾ. എന്നാലും പടച്ചോനെ കാരുണ്യവാനെന്നേ വിളിക്കാവൂ. അതാണ് ആകെയുള്ളൊരു സമാധാനം. ശിക്ഷകൾക്ക് മുമ്പ് മൃതശരീരത്തോട് അള്ളാഹു ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കും. ആ ചോദ്യം ഏതാണെന്ന് ഖബറിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഉസ്താദുമാര് ഖബറിന്റെ അവിടെ നിന്നിട്ട് ട്യൂഷൻ എടുക്കും. ജീവിച്ചിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞടാ, പടച്ചോൻ നിന്റെ അടുത്ത് 2 മലക്കുകൾ നിന്റെ അടുത്തേക്ക് വരും. മരിച്ചു കഴിഞ്ഞാൽ അവര് നിന്നോട് ചോദിക്കും, മൻ റബ്ബുക്ക, നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ഏതാണ്, നിന്റെ കിബില ഏതാണ്, നിന്റെ ഇതൊക്കെ ചോദിക്കും അത്രേ. ശരി, അങ്ങനെ മയ്യത്തിനെ ഉപദേശിക്കും. അതിനാണ് തൽക്കൈൻ എന്ന് പറയുക. അറബി ഭാഷയിലായിരിക്കും കേട്ടോ. പരലോകത്തിലെ ഭാഷ അതാണല്ലോ. മറ്റ് ഭാഷക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊന്നും ചോദിക്കരുത്. എന്തായാലും മറ്റു ഭാഷയൊന്നും ഖബറിൽ സ്വീകാര്യമല്ല, പരലോകത്തും സ്വീകാര്യമല്ല, അള്ളാഹുവിന്റെ വിചാരണ ചെയ്യുന്ന സമയത്തും ഒന്നും സ്വീകാര്യമല്ല. അവിടെ അറബി ഭാഷ അറിയാത്തവന്റെ കാര്യം പോക്കാണ്. ഇനി അറബി അറിയില്ലെങ്കിൽ അടിയുടെ പൂരമാണ്. ഇംഗ്ലീഷ് പഠിച്ചവനാണെങ്കിൽ പറയാനില്ല. കാരണം കാഫറിന്റെ ഭാഷ പഠിച്ചവന് വശമില്ല. പഠിച്ചവൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് അറിയത്തില്ല, അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ അവിടെ ചെറിയ ശിക്ഷ, അടിയൊക്കെ ഉണ്ട്. അതുപോലൊന്നും അല്ല കേട്ടോ, ഇരുമ്പ് ദണ്ടും കൊണ്ടുള്ള അടിയാ. വ്യത്യസ്തമായ മതവിഭാഗങ്ങൾക്ക് അയ്യോ സംസ്കൃതം രക്ഷയില്ല, ഹിന്ദി ഇംഗ്ലീഷ്, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ മറ്റ് ഭാഷകൾ ഒരു രക്ഷയുമില്ല. ഇതിനകത്ത് ചിലപ്പോൾ രക്ഷപ്പെടുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മാത്രമായിരിക്കും. മൻ റബ്ബുക്ക എന്നൊരു ചോദ്യം, അതിന്റെ റബ്ബാരാണ്. ഇതിപ്പോൾ ഇവൻ അറിയാമെങ്കിൽ ഇവൻ ചത്തുപോയി കഴിഞ്ഞിട്ട് പഠിച്ചു അവനോട് ചോദിക്കേണ്ട കാര്യമുണ്ടാകും. മൻ നബിയുക്ക, ആരാടാ നിന്റെ നബിയെ, മാ ദീനുക്ക, ഏതാടാ നിന്റെ മതം. അപ്പോൾ ഇത് ഉസ്താദ് ഇങ്ങനെ ചത്തു കഴിയുമ്പോൾ നമ്മൾ ഖബറിൽ വെച്ചിട്ട് ഇങ്ങനെ പറയും, പഠിച്ചോനാരാണെന്ന് ചോദിച്ചാൽ നിന്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു എന്ന് പറഞ്ഞു, റബ്ബി അല്ലാ. ശരിയെന്നാ, നബിയ മുഹമ്മദി എന്ന് പറഞ്ഞു, ശരി. ഇസ്ലാമദീനി, ശരി. എല്ലാവരെയും 3 ചോദ്യങ്ങളെ കുറിച്ച് പറയും. ഈ 3 ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ഇവരോട് ആരാ പറഞ്ഞേ? ഇനി ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇരുമ്പ് ദണ്ടുകൊണ്ട് അട്ടിക്കുക, തല ചിന്തിച്ചെതിറിക്കുക. പിന്നെയും പടച്ചവൻ കുന്നെന്ന് പറയും. പിന്നെയും ഉണ്ടാകും. വീണ്ടും അടുത്ത ചോദ്യം, അടുത്ത അടി, വീണ്ടും അടുത്ത ചോദ്യം, അടുത്ത അടി. മലക്കുകളുടെ കയ്യിൽ ചോദ്യങ്ങളൊക്കെ അല്ലാഹു നേരത്തെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കും. ഇവിടെ ഷാഫി, ഹനഫി, ഹംബിലി, മാലിക്കി, മുജാഹിദിന്റെ ഇമാമ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇമാമ്, അഹമ്മദിയാക്കളുടെ ഇമാമ്, സുന്നികളുടെ ഇമാമ്. അവിടെ പോയിട്ട് എന്തോ പറയും? കിബിലയാണ് ഇമാമെന്ന് പറയൂ അത്രേ, കഅബയാണ് ഇമാമെന്ന് പറയൂ അത്രേ, ഇമാം ഖുർആനാണ് ഇമാമെന്ന് പറയൂ അത്രേ. എന്തോ ശരിക്കും ഇമാമ്? നമ്മൾ എന്തിനാണ് പിൻപറ്റേണ്ടത്? നിങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ?
ഇതെങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്? നമ്മൾ എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരങ്ങളാണെന്ന് പറഞ്ഞു പഠിച്ചു. എന്ത് രസമുണ്ട് ആശയം കേൾക്കാൻ, എന്ത് സുന്ദരമാണത്. എല്ലാവരും എൻ്റെ സഹോദരങ്ങൾ. എത്ര മാനവ സാഹോദര്യം വിളിച്ചോതുന്ന ഒരു വാക്യമാണത്. അവിടെ മലക്കുകൾ തല്ലി തകർക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ മതത്തെ മാത്രം പുകഴ്ത്തണമെന്ന് പറഞ്ഞിട്ടില്ല, ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ലോകകപ്പ് മർദ്ദനമാകുന്ന ഖബർ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, മുസ്ലിങ്ങളെ അടിക്കുമെന്നോ കൊല്ലുമെന്നോ ക്രിസ്ത്യാനികളെ കൊല്ലുമെന്നോ ഒന്നും ഹിന്ദുക്കൾ പറയുന്നില്ല, മറ്റവരെയൊക്കെ ഇല്ലാതാക്കുമെന്ന് ഇവരും പറയുന്നില്ല. ഇവർക്ക് ജൂതന്മാരോട് കലി, ക്രിസ്ത്യാനികളോട് കലി, നിരീശ്വരവാദികളോട് കലി, ബഹുദൈവാരാധകരോട് കലി. ഇസ്ലാമിക ആശയങ്ങൾ കൃത്യമായി പിന്തുടരാത്തവരെ ഇവരങ്ങ് കോപിക്കുവാണ്, ശപിക്കുവാണ്, അലയ്ക്കുവാണ്, തെറി വിളിക്കുവാണ്. ഇതെന്തരടേ? ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇരട്ടത്താപ്പുകൾ നമുക്കറിയാം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരാ ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ നമ്മളോട് പറയുന്നേ. ഈ ലോക ജീവിതവും ഖബറും ഖിയാമത്ത് നാളും പരലോകവും ഈ ശിക്ഷാരീതികളും പിന്നെ സ്വർഗത്തിൽ കിട്ടുന്ന അനിർവചനീയമായ സ്വർഗീയ ആരാമങ്ങൾ, സ്വർഗീയ ആരാമങ്ങൾ, 72 ഹൂറികൾ, ഈ ഹൂറികളുമായിട്ട് ഉല്ലസിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ. അള്ളാഹു ഒരുക്കിയ ഈ സ്വർഗത്തിലെ പാവങ്ങളുണ്ടോ? ഇല്ല. അവിടെ എന്താണ് പ്രധാനം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അവർക്ക് മാത്രമാണ് അവിടെ സ്ഥാനമുള്ളത്. ഇനിയും അള്ളാഹുവിനെ ആരാധിക്കാത്തവരാരും സ്വർഗത്തിലുണ്ടാവില്ല. നരകത്തിലോ? ബഹുദൈവാരാധകരും മൊത്തം നരകത്തിലാണ്. നിത്യനരകത്തിൽ കൊടും ശിക്ഷാരീതികളെ കുറിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞെക്കിപ്പിഴിഞ്ഞിട്ട് അള്ളാഹുവിന് ആരാധന വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? ഖുർആനിലും ഹദീസിലും ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങളിലും ഒക്കെ നരകത്തെക്കുറിച്ച് പറഞ്ഞ് പീഡിപ്പിക്കുക. അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റേത് ചെയ്യും. അപ്പം അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് നമുക്ക് എന്താ ആത്മാർത്ഥതയാണ് വരിക? അള്ളാഹു ശിക്ഷിക്കുമെന്ന് പേടിച്ചിട്ട് മാത്രം അള്ളാഹുവിനെ ആരാധിക്കും. നമ്മുടെ വാപ്പയെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും വാപ്പ അടിക്കുമെന്ന് പറഞ്ഞാലും വാപ്പയോട് ഉണ്ടാകുന്നത് സ്നേഹമല്ല, പേടി തന്നെയാണ്. അവിടെ ദാഹിക്കുന്ന സമയത്ത് അള്ളാഹു റിസ്ലീൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം തരും കുടിക്കാൻ. അത് കുടിച്ചു കഴിഞ്ഞാൽ അന്നനാളും അമാശയും കുടലും ഒക്കെ വെന്തു പോകുമെന്ന്. ഓ പഠിച്ചോനെ, നീ കരുണാമയനാണ് എന്നുള്ളതാണ് ആകെ ഒരു സമാധാനമുള്ളത്. നമ്മുടെ ഈ ഇരുമ്പ് തണ്ട് കൊണ്ട് അടിച്ചിട്ട് ശരീരമൊക്കെ ചിന്ന ഭിന്നമായി പോയി കഴിഞ്ഞാൽ വീണ്ടും കുന്നെന്ന് പറയുമ്പോൾ അത് കൂടിച്ചേരുന്ന ഒരു രീതിയുണ്ട്. ഓ, ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, മാവോ, പോൾവാട്ട്, ചെങ്കിസ് ഖാൻ, ഗസ്നി, ഗൂറി, തൈമൂർ, ഇവരൊക്കെ ലോകത്തെ നടുക്കിയ അതിക്രൂരന്മാരായ ആക്രമണകാരികളാണ്. ഇവരൊക്കെ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? ടിപ്പു, വാരിയം കുന്നൻ, ഇവരൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ഇവരൊക്കെയുള്ള സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുമോ? ഇവിടെയും ജൂതന്മാരെയും മുസ്ലിങ്ങളെയും ഒക്കെ ക്രൂരമായി കൊന്നൊടുക്കി. അതുകൊണ്ട് അവർക്ക് പരലോകത്ത് സ്വർഗം കിട്ടും. അവർ പോകുന്ന സ്വർഗത്തിൽ ഈ പാവങ്ങൾ പോകാതിരിക്കുന്നല്ലേ നല്ലത്. ഇവിടെ ഇവർ കൊന്നവരല്ലേ. കാരുണ്യം എന്താണ്? അള്ളാഹു പറയും എന്താണ് കാരുണ്യമെന്ന്. നമ്മൾ ഈ കാണുന്നതല്ല. നമ്മുടെ ഇപ്പോൾ ഒരു മനുഷ്യൻ മരണാസന്നമായി കിടക്കുമ്പോൾ അവന് വെള്ളം കൊടുക്കുന്നത് കാരുണ്യം, അവൻ്റെ ജീവൻ രക്ഷിക്കുന്നത് കാരുണ്യം, അവനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല കാരുണ്യം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ദളിതരുള്ള, ഹിന്ദുക്കളുള്ള, ക്രിസ്ത്യാനികളുള്ള, ജൂതന്മാരുള്ള, കമ്മ്യൂണിസ്റ്റുകളുള്ള, അവിശ്വാസികളുള്ള, നിരീശ്വരവാദികളുള്ള, അങ്ങനെയൊക്കെയുള്ള ആളുകളുള്ള നരകത്തിലേക്ക് ആരാ പോകുക? വിശ്വാസികൾ ആരെങ്കിലും വരുമോ? ഏതെങ്കിലും മുസ്ലിങ്ങൾ അവിടേക്ക് വരാൻ ആഗ്രഹിക്കുമോ? ഇല്ല. ഒറ്റയൊരു കാര്യമേ ചോദിക്കുന്നുള്ളൂ. ഇതൊക്കെ ആരുടെ തീരുമാനമനുസരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ചതല്ലേ? അല്ലേ? സ്വന്തം പിതാവ് ഹൃദയാഘാതം വന്ന ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോലും ഇസ്ലാം മതത്തിലേക്ക് പോയ ഏക മകൾ തൻ്റെ അടുത്തേക്ക് വരുന്നില്ല. കാരണം എന്താ? ഈ മതം പഠിപ്പിച്ചിരിക്കുന്നു, ഇനി മുതൽ അവിശ്വാസികളായ മാതാപിതാക്കൾ നമ്മുടെ ശത്രുക്കളാണ്, അവരുമായി നമ്മൾ എപ്പോഴും അകന്ന് ജീവിക്കണം. കണ്ണേ പൊന്നേ എന്ന് വളർത്തിയതാ, 10 മാസം നൊന്തു ചുമന്ന് പെറ്റ് വളർത്തിയതാ, ഇന്ന് ശത്രുവായല്ലേ? ഒരു മതത്തിൻ്റെ പേരിലല്ലേ? ഞാനിപ്പോൾ പറഞ്ഞത് ആരെക്കുറിച്ചിട്ടാണെന്ന് അറിയാമോ? ചിത്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇസ്ലാമിലേക്ക് പോയി നസ്രിൻ എന്ന പേര് സ്വീകരിച്ചു.
ആ പേര് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയാഘാതം വന്ന പിതാവ് പോലും അവൾക്ക് കാഫിറായി, ശത്രുവായി. ആ പെൺകുട്ടി തന്നെ പറയട്ടെ, നമ്മളാരും പറയണ്ട. ചിത്രാജി കൃഷ്ണനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 15 വർഷത്തോളം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത് ഇസ്ലാമായി ജീവിച്ച ഒരു വ്യക്തിയാണ് ചിത്രാജി കൃഷ്ണൻ. ചിത്രാജി കൃഷ്ണന് ഒരുപാട് അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. ശരിക്കും ഇന്ന് കർമ്മ ന്യൂസ് ഇങ്ങനെ ആർഷവിദ്യ സമാജവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഈ വനിതാ രത്നങ്ങളുടെ ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ ദ കേരള സ്റ്റോറി എന്ന സിനിമ തന്നെയാണ്. ആ സിനിമയെ കുറിച്ച് ഒരുപാട് വിവാദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന മട്ടിൽ പ്രതികരിക്കുന്ന സർക്കാരും ആൾക്കാരുമാണ്, സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പക്ഷെ അത് ശരിയല്ല. അതിന്റെ പിന്നിലുള്ള സത്യം എന്താണ് എന്ന് പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ചിത്ര മാഡത്തിലേക്ക് നമുക്ക് പോകാം. ചിത്രജി 15 വർഷം ഇസ്ലാമായി ജീവിച്ചു. എങ്ങനെയായിരുന്നു ഇസ്ലാം എന്ന് പറയുന്ന ആ മതത്തിലേക്ക് ആകൃഷ്ടയാവാനുള്ള കാരണം? അങ്ങ് ഒരു ഹിന്ദുമതത്തിൽ ജനിച്ച ആളാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിനെ കുറിച്ച് പറയാം. നമസ്തേ, എൻ്റെ പേര് ചിത്ര എന്നാണ്. വീട് മലപ്പുറമാണ്. മലപ്പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും ഒന്നാണ് എന്നൊരു കാഴ്ചപ്പാടിലാണ് വളർന്നതും. അച്ഛൻ്റെ ആ ഒരു കമ്മ്യൂണിസ്റ്റിനോടുള്ള ആഭിമുഖ്യം കാരണം ഞാനും ഒരു SFI അല്ലെങ്കിൽ ആ ഒരു പ്രത്യയശാസ്ത്രത്തോടെ എനിക്ക് പ്രത്യേകിച്ച് അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതേസമയം ഞാൻ എൻ്റെ ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ ആണ് പ്രധാനമായിട്ടും എൻ്റെ മറ്റൊരു മതത്തിലേക്ക് നയിച്ചതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇതിൽ മലപ്പുറത്ത് ജനിച്ചതുകൊണ്ട് അവിടെ ശരിക്കും ഞാൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. പക്ഷേ വളർന്നത് മുഴുവനും അച്ഛൻ്റെ ജോലി സ്ഥലമായിട്ടുള്ള മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഒരു അതായത് ഹിന്ദു ജനവിഭാഗത്തിന്റെ ഇടയിൽ നിന്നോ അച്ഛൻ്റെ വീടെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാവും കുളങ്ങളൊക്കെ ഉള്ള ഒരു അത്രയും ഹിന്ദു ധർമ്മത്തോട് അടുത്ത് നിൽക്കുന്ന ക്ഷേത്രവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ അവിടെ നിന്നും 6ാമത്തെ വയസ്സിൽ മറ്റൊരു മത സംസ്കാരത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പതുക്കെ ആ ഒരു സാഹചര്യവുമായിട്ട് പതുക്കെ ഇടപഴകാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള മുസ്ലിങ്ങളുമായിട്ട് പതുക്കെ അവരുമായിട്ടൊക്കെ കൂട്ടുകൂടാനൊക്കെ തുടങ്ങി. മാത്രമല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ മകളായതുകൊണ്ട് എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ധർമ്മത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നിഷ്കർഷയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. വിളക്ക് കത്തിക്കണം, നാമം ചൊല്ലണം, അമ്പലത്തിൽ പോകണം, അങ്ങനെ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് കുടുംബം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഈശ്വരവിശ്വാസത്തിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. എന്നാൽ അതേസമയം എൻ്റെ കൂട്ടുകാരികളായിട്ടുള്ള കുട്ടികൾ എല്ലാവരും തന്നെയും ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊരു ഇസ്ലാം മാനേജ്മെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ മതവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപഴകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കൂട്ടുകാരികളെല്ലാവരും മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ചിട്ടയായ ജീവിത രീതി, അതുപോലെ അവരുടെ മദ്രസ വിദ്യാഭ്യാസം, അവരുടെ മതത്തിനോട് കൊടുക്കുന്ന അമിതമായുള്ള പ്രാധാന്യം, അതുപോലെ നോമ്പ്, റംസാൻ നോമ്പിനോടൊക്കെയുള്ള അവരുടെ ആ ഒരു അഭിനിവേശം അല്ലെങ്കിൽ അതിനോടുള്ള കൂടുതലായിട്ടുള്ള അവരുടെ ആ ഒരു താല്പര്യം, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അതേ സമയത്ത് എൻ്റെ വീട്ടിൽ ദേശാഭിമാനി പത്രമായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം, ദേശാഭിമാനി പത്രമൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ അവർ കൊടുക്കുന്ന ആശയം എന്ന് പറയുന്നത് ഹിന്ദു മതം എന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ദുരാചാരങ്ങളും നിറഞ്ഞ വേദം കേൾക്കുന്ന അവർണന്റെ ചെവിലിയെ ഒരുക്കി ഒഴിച്ച പാരമ്പര്യമുള്ള ഹിന്ദു മതം എന്നുള്ള രീതിയിലാണ് നമ്മളെ ആ ഒരു പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പം മനസ്സിൽ വളരെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കുമ്പോഴും ഇത് ശരിയാണല്ലോ, സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രായം കൂടിയാണല്ലോ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പ്രായമാണല്ലോ. അപ്പോൾ ഞാൻ ചോദ്യം അച്ഛനോട് ചോദിക്കും. അച്ഛനും ഇതുപോലെ തന്നെ അച്ഛൻ ശാസ്ത്രത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഒരു CPM കാരനായതുകൊണ്ടും അധ്യാപകനായതുകൊണ്ടും ശാസ്ത്രത്തിന്റെ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ഞങ്ങൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. അതേ സമയത്ത് ഇപ്പുറത്ത് മറ്റൊരു മതവുമായിട്ട് അവരുടെ ആ മതവുമായിട്ട് അവർ കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം, അവരുടെ അള്ളാഹു, നബി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു അതിനുള്ള ഒരു കൗതുകം അതായത് തുടക്കത്തിലുണ്ടായിരുന്നത്. അതോടൊപ്പം അവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. 33 ദൈവങ്ങളില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു സഹായം ആവശ്യമായിട്ട് വന്നാൽ ഇതിൽ ആരെയായിരിക്കും നിങ്ങൾ വിളിക്കുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ബ്രഹ്മാവിനെ വിളിക്കുകയോ, വിഷ്ണുവിനെ വിളിക്കുകയോ, ശിവനെ വിളിക്കുകയോ, ലക്ഷ്മിയെ വിളിക്കുകയോ, ദേവിയെ വിളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരം പറയാനറിയാതെ നമ്മളിങ്ങനെ ഒരു പകച്ചു നിൽക്കുന്നൊരു സാഹചര്യം. അതുപോലെ കുരങ്ങന്റെ തലയുള്ള ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നില്ലേ? ആനത്തലയുള്ള ദൈവങ്ങളിൽ നിങ്ങൾ കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്നവരല്ലേ? പാമ്പിനെ നിങ്ങൾ ആരാധിക്കുന്നില്ലേ? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതിന്റെ ശാസ്ത്രീയത എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്നോ അറിയാതെ വളരെയധികം പലപ്പോഴും അപഹാസ്യമായിട്ട് അവരിങ്ങനെ കളിയാക്കി ചിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഏകദൈവമായ അള്ളാഹുവിനെ കുറിച്ച് നോക്കൂ, ഞങ്ങളുടെ മതം നോക്കൂ, ഞങ്ങളുടെ നബിയെ കുറിച്ച് ചിന്തിക്കൂ, മാനവരിൽ മഹോന്നതനായ ഞങ്ങളുടെ നബി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ബ്രെയിൻ വാഷിംഗ് നടക്കുന്നത് നമ്മൾ അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇങ്ങനൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി പിന്നീട് പതുക്കെ ആ മതത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ മതമാണ് ശ്രേഷ്ഠം എന്നുള്ള രീതിയിലേക്കുള്ള അവരുടെ ആ ഒരു തെറ്റിദ്ധാരണയാണ് എന്നെ സ്വാധീനിച്ചത് പ്രധാനമായിട്ടും. ഇത് നമ്മൾ പിന്നീടാണ് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാരണം ഇസ്ലാം മതത്തിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ ഓരോ വ്യക്തികളും അതിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന മിഷണറിമാരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മതത്തിലേക്ക് ഒരാളെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് കൂലി കിട്ടുന്ന, അള്ളാഹുവിന്റെ കൂലി കിട്ടുന്ന ഒരു പുണ്യ പ്രവർത്തനമായിട്ട് അവർ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ മതം ശ്രേഷ്ഠമാണെന്ന് വരുത്തി തീർത്തുകൊണ്ടും ആ മതത്തിനോട് കൗതുകം ഉണ്ടാക്കി പതുക്കെ ആ മതത്തിലേക്ക് കൊണ്ടുപോകി. ഈ ഒരു അജണ്ട എന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ നമുക്ക് വൈക്കത്തെ അഖില എന്ന ഹാദിയ ആ കുട്ടിയുടെ കാര്യം നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. ഹോസ്റ്റലിലെ മുറിയുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ, മുസ്ലിം സുഹൃത്തുക്കളാണ്. ആ കുട്ടി ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പതുക്കെ ആ മതത്തിലേക്ക് കൊണ്ടുപോയത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഹാദിയയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ എന്റെ ജീവിതത്തിലുണ്ടായി. അപ്പൊ ഞാൻ ആ ഒരു പ്രായത്തിൽ ഞാനും ചിന്തിച്ചു, ശരിയല്ലേ, ഇവർ പറയുന്നതല്ലേ ശരി. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ഇങ്ങനെ ജനങ്ങളെ മുഴുവൻ രണ്ട് വിഭാഗങ്ങളാക്കി ചിത്രീകരിച്ചിട്ടുള്ള ആ ഒരു ദൈവം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനോഭാവം. പക്ഷെ ഇവിടെയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ കാണുന്ന ഏകദൈവമായ അള്ളാഹു. അങ്ങനെ പതുക്കെ ഞാൻ ആ മതത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അത് അവർ മനസ്സിലാക്കിയിട്ട് എനിക്ക് ഒരുപാട് ലഘുപുസ്തകങ്ങൾ വായിക്കാൻ നൽകി. അന്നത്തെ കാലത്ത് ഇതുപോലെ യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നൽകി. പുസ്തകങ്ങളൊക്കെ പതുക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ അറിയണമെന്നൊരു താല്പര്യമുണ്ടായി. അങ്ങനെ പതുക്കെ ഞാൻ ആ മതത്തിനോട് കൂടുതലൊരു താല്പര്യം കാണി. പിന്നെ അതുപോലെ അവരുടെ മതപണ്ഡിതന്മാരുടെ വയൽ എന്ന് പറയുന്ന നല്ല മിക്കവാറും ഒരു മാസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാം രാത്രി സമയത്തായിരിക്കും. അപ്പോൾ മനോഹരമായ രീതിയിൽ അറബി ഭാഷയുടെ ആ ഒരു നീട്ടിലോടുകൂടി ആ ഒരു സംഗീതത്തോടു കൂടി തന്നെയുള്ള വയലുകൾ കേൾക്കുമ്പോൾ അതൊരു പ്രത്യേക കൗതുകം. കാരണം ഇവരുടെ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരികളുടെ മുസ്ലിം കൂട്ടുകാരോടൊപ്പം അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കും ഞാൻ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ പോകാറുള്ളത്. അതുപോലെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പെരുന്നാൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റംസാൻ നോമ്പും പിന്നീട് ശേഷമുള്ള പെരുന്നാളൊക്കെ വളരെ വലിയൊരു ഉത്സവമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. അവിടെ ഒന്നും ഓണം എന്നൊന്നും വലിയ രീതിയിലൊന്നും ആഘോഷിക്കാറില്ല. അതായത് ഹിന്ദുവിന്റെ രീതികൾക്കൊന്നും അവിടെ വലിയ പ്രാധാന്യമില്ല. കാരണം ഹിന്ദുക്കളും കുറവാണല്ലോ, നമുക്കറിയാം, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് തന്നെ. പക്ഷെ പെരുന്നാൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ആഘോഷമാണ്. അപ്പോൾ ഈ ആഘോഷത്തിന് സ്വാഭാവികമായിട്ട് പുത്തനുടുപ്പുകളും അതുപോലെ നല്ല നല്ല ഭക്ഷണങ്ങളും അതുപോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കളിച്ച് ചിരിച്ച് അങ്ങനെയുള്ള നമ്മൾ സ്വാഭാവികമായിട്ട് കുട്ടിക്കാലത്ത് ഇതിനോടൊരു താല്പര്യം, നമുക്കും ഒരു സന്തോഷമാണല്ലോ നമുക്ക്. അങ്ങനെ ആ ഒരു സന്തോഷമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ എല്ലാവരും, ഞാൻ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലായതുകൊണ്ട് ഒരു മാസം ഞങ്ങൾക്ക് അവധിയാവും. റംസാൻ ആ സമയത്ത് ആ ഒരു മാസം സ്കൂൾ അവധിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പല സമയത്തൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കും. വൈകുന്നേരം ആകുമ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ കൂടെ ഇരിക്കും. പിന്നെ ഭക്ഷണം അവർക്ക് നമ്മളോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും ഒരു പ്രത്യേകമായിട്ടുള്ള കെയറുമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായതെല്ലാം മതവുമായി ബന്ധപ്പെട്ടുള്ള ആ ഇഷ്ടമായിരുന്നു എന്ന് ഇപ്പം എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനിപ്പോൾ സനാതനധർമ്മത്തിലേക്ക് വന്നപ്പോൾ ഇതേ മുസ്ലിങ്ങളൊക്കെ എന്നെ വിളിക്കുന്ന വർഗീയവാദി എന്നാണ്. ഞാൻ അവരോട് തന്നെ ചോദിച്ചു, എപ്പോഴാണ് ഞാൻ വർഗീയവാദം പറഞ്ഞിട്ടുള്ളത്, എവിടെയാണ് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കാണിക്കാമെന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് ഇപ്പം നമുക്ക് അന്ന് ചിന്തിക്കാൻ കഴിയില്ല, ഇന്ന് പക്ഷെ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 15 വർഷത്തിനിടയിൽ ആരും തിരിച്ചു കൊണ്ടുവരാൻ ഇതിന് മുന്നേ ശ്രമം നടത്തിയില്ല. ഇല്ല, അതിന്റെ മറ്റൊരു കാര്യം എൻ്റെ വീട്ടുകാർ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു +1 കാലഘട്ടത്തോടു കൂടിയാണ് ഞാൻ റംസാൻ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങിയത്. കാരണം കൂട്ടുകാരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങളോട് കൂടിയുള്ള അവരോട് കൂടുതൽ ഇടപഴകി നിൽക്കുന്നതുകൊണ്ട് അവരുടെ മതത്തോട് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ പതുക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങി. പക്ഷേ ഇങ്ങനെ ഞാൻ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങിയ സമയത്ത് മതസൗഹാർദ്ദമല്ലേ എന്ന രീതിയിൽ വീട്ടിൽ എതിർപ്പൊന്നും ഉണ്ടായില്ല. അല്പമെങ്കിലും എതിർപ്പുണ്ടായിരുന്നു അമ്മയുടെ ഭാഗത്ത്. അമ്മ ചോദിച്ചു, നീ എന്തിനാണ്, അത് അവരുടെ മതത്തിലുള്ളതല്ലേ, നമ്മുടെ മതത്തിലും അല്ലെങ്കിൽ നമ്മുടെ ധർമ്മത്തിൽ ഉപവാസമൊക്കെ ഉണ്ട്, പക്ഷെ എന്തായാലും ഉപവാസം എടുത്തിട്ടില്ല. അപ്പോൾ അമ്മ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ മുസ്ലിം, അതായത് തൊട്ടപ്പുറത്ത് തന്നെയുള്ള മുസ്ലിം ഉമ്മമാര് വിലക്കി. കാരണം അങ്ങനെ നോമ്പനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് നരകത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുന്ന വലിയൊരു പ്രവർത്തനമാണെന്നൊക്കെ നല്ല രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ സാധുവായ ആ സ്ത്രീ പേടിച്ചുപോയി. സ്വാഭാവികമാണല്ലോ അത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നീട് അമ്മയും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് 4 മണിക്ക് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരികയും വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ അതായത് അവരുടെ അറിവില്ലായ്മ, അതായത് നമ്മുടെ അറിവില്ലായ്മയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. നമുക്ക് ഓരോ കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം കൃത്യമായിട്ട് സംഘടിതവും ആസൂത്രിതവുമായി നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഇപ്പൊ നമുക്കറിയാം, ഇതുപോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇപ്പോൾ ഹിന്ദു കുടുംബങ്ങളിൽ തന്നെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കുറേ വർഷങ്ങളായിട്ട് കൂടുതലായിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന നിരവധി കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ മാതാപിതാക്കൾ തന്നെ ഇത് മതസൗഹാർദ്ദമല്ലേ, മതേതരത്വമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പിന്നീട് നമുക്ക് നോക്കിയാൽ കാണാവുന്നത് ഇങ്ങനെ മതം മാറി പോകുന്ന കുട്ടികളുടെ എല്ലാവരുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഇതുപോലെ നോമ്പ് അനുഷ്ഠിച്ച കുട്ടികളായിരിക്കും, വീട്ടിൽ സപ്പോർട്ട് കിട്ടിയ കുട്ടികളുമായിരിക്കും. പക്ഷെ ഇതൊന്നും നമ്മുടെ ജനത തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെ ഞാൻ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ മതത്തോട് കൂടുതലായിട്ട് ഞാൻ അടുക്കാൻ തുടങ്ങിയത്. കാരണം നോമ്പ് തുറക്കുക എന്ന് പറയുന്ന ആ ഒരു സമയമുണ്ട്. അതുപോലെ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കണം, സ്വലാത്ത് ചൊല്ലണം. യഥാർത്ഥത്തിലൊരു മുസ്ലിം, ഈമാനുള്ളൊരു മുസ്ലിം വനിതയായിട്ട് തന്നെ ജീവിച്ചാലേ നമുക്ക് പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ബാങ്ക് വിളിക്ക് വേണ്ടിയിട്ടുള്ള കാതോർത്തിരിക്കുന്ന ആ ഒരു സമയം. പിന്നെ കൂടുതലായിട്ട് പുസ്തകങ്ങൾ വായിക്കും. ഏതൊക്കെയാണ് സുന്നത്ത്, ഏതൊക്കെയാണ് ഹലാലായത്, ഏതൊക്കെയാണ് ഹറാമായത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഉളു എടുക്കേണ്ടത്, ഒന്നും ഞാൻ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പുസ്തകങ്ങളുടെ സഹായത്തോടു കൂടിയും കൂട്ടുകാരികൾ പറഞ്ഞു തന്ന പ്രകാരം മാത്രമാണ് എനിക്ക് അറിവുണ്ടായിരുന്നത്. ഇതെല്ലാം ഞാൻ രഹസ്യമായിട്ട്, ഇതൊന്നും എൻ്റെ വീട്ടുകാർക്കറിയില്ല. ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നുള്ള കാര്യം വീട്ടുകാർക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ നിസ്കരിക്കുന്നതോ അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നതോ ഉളു എടുക്കുന്നതൊന്നും വീട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അതൊക്കെ നമ്മൾ രഹസ്യമാക്കിയിട്ടായിരിക്കും. നമുക്കതിനെ മനസ്സിൽ തോന്നും ഇത് വീട്ടുകാരനെ പ്രശ്നമാണെന്ന് നമുക്കതിനെ തോന്നുന്നതുകൊണ്ടാണല്ലോ നമ്മളങ്ങനെ രഹസ്യമായിട്ട് വെക്കുന്നത്. അങ്ങനെ ഞാൻ പതുക്കെ സ്വലാത്തൊക്കെ ചൊല്ലും, നിസ്കരിക്കും, അതുപോലെ ഈ ബാങ്ക് വിളി അപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, നോമ്പ് അനുഷ്ഠിക്കും. അങ്ങനെയുള്ള ഒരു മുസ്ലിം വനിതയാവാനുള്ള ശ്രമങ്ങൾ വീട്ടിൽ നിന്ന് നമ്മൾ ആരംഭിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഉപരിവിദ്യാഭ്യാസം ചെയ്തു, കുറെ കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്താണ്, അവിടെ ഹോസ്റ്റലിൽ മുറിയിലിരുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വന്തം കാലം നിൽക്കാം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അതിന് മുമ്പ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആയിരിക്കുമ്പോൾ നമുക്കത് പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ പഴി തട്ടോട്ടിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ സമയത്ത് മുസ്ലിം കൂട്ടുകാരികളുടെ കൂടുതലൊരു സമ്മർദ്ദം, അത് അവരെങ്ങനെ പറഞ്ഞു, ഇത്രയും ആ ഒരു മതത്തോട് കൂടെ നമുക്ക്
ഈമാനുള്ള വിശ്വാസിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാഫറുകളുടെ ഇടയിൽ ജീവിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമായി മാറിയാൽ മാത്രമേ ആ ഫലം ലഭിക്കുകയുള്ളൂ എന്ന രീതിയിൽ അവരുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തിലെ SRM റോഡിൽ ഞാൻ മതം പഠിക്കാൻ ചെല്ലുകയും നസ്രിൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ആവുകയും ചെയ്തു. എങ്ങനെയുണ്ട്? സ്വന്തം പിതാവ് ഹൃദയാഘാതം മൂലം ആശുപത്രിയിലായിട്ട് പോലും ചിത്രയെ ഖുർആൻ പഠിപ്പിക്കുവാണ്. എന്ത്? ഇന്ന വചനം, ഇതിൻ്റെ അർത്ഥം ഇതാണ്. മാതാപിതാക്കൾ കാഫിറുകളായി അവരുമായി നീ സൗഹൃദത്തിലാകരുത്, അവരുമായി നീ ബന്ധം സ്ഥാപിച്ചു പോകരുത്, അവരുടെ ഉപദേശം നീ സ്വീകരിച്ചു പോകരുത്, അവരെ ഇനി മുതൽ ഗൈഡായി പേരൻസായി നീ അംഗീകരിച്ചു പോകരുത് എന്ന് പഠിപ്പിക്കുക. ഈ മതം കാരുണ്യത്തിൻ്റെ മതമല്ലെങ്കിൽ പിന്നെന്തല്ലേ? നന്ദി.